ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ 21 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റാൻ സാധിക്കുന്നത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. അതായത് വെറും 21 ദിവസം മതി നമ്മുടെ ലൈഫ് മൊത്തത്തിൽ നമുക്കവിടെ മാറ്റാനായിട്ട് പറ്റും. ഏത് രീതിയിൽ? അതായത് നമ്മളൊരു പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് നമ്മുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ്, ഏതെല്ലാം രീതിയിലാണ്? അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുകയാണ്, പണത്തിനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ ലൈഫിൽ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ആ ഒരു പ്ലാനിലൂടെ പോകും. നമ്മൾ പറയാറില്ലേ, പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്ലാൻ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ സക്സസ് ആവാൻ പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലോട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സക്സസ് മന്ത്ര എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ ഒരു സക്സസ് മന്ത്രയാണ് ഇന്നത്തെ ടോപ്പിക്. സക്സസ് മന്ത്ര മാനിഫെസ്റ്റേഷൻ 21 ഡേയ്സ് ട്രിക്ക്. അപ്പോൾ ഈ ഒരു 21 ഡേയ്സിൻ്റെ കാര്യം ഈ ഒരു ഒറ്റ വീഡിയോയിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം കറക്റ്റ് 21 ദിവസം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു മാറ്റം വരികയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളുടെ കൈക്കീഴിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? പ്രോപ്പർ പ്ലാനോടെ മുന്നോട്ട് പോവുക. നമുക്കറിയാം, മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊരു ഫോക്കസ് കിട്ടണമെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മെഡിറ്റേഷനും ബാക്കി കാര്യങ്ങളും ഒരു ഫോക്കസും ഒക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്നൊരു ദിവസം നമുക്ക് മെഡിറ്റേഷൻ ചെയ്തു, നാളെ മെഡിറ്റേഷൻ ചെയ്തു, പിന്നെ 2-3 ദിവസം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുമോ? ഇല്ല. നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു 100% ലക്ഷ്യം കണ്ട് മാത്രമേ, ആ ഒരു വിജയം കണ്ട് മാത്രമേ നമ്മൾ മടങ്ങാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു അനുഭവം കൂടി പറയാം. അതായത് എനിക്കൊരു ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ കൂട്ടുകാരിയാണ് അവൾ. അപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ നല്ല കമ്പനിയാണ് കേട്ടോ. നല്ല കമ്പനി എന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് കമ്പനിയാണ്. പക്ഷേ അവളുടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ഫാമിലി. അവൾ കല്യാണം കഴിച്ചതാണ്. അപ്പോൾ ഫാമിലി കുറേ ഇഷ്യൂസും കാര്യങ്ങളും വന്നു. അപ്പോൾ അവളുടെ ഹസ്ബൻഡുമായിട്ട് ഒന്ന് പിണങ്ങി നിൽക്കാൻ തുടങ്ങി. പിണങ്ങി നിൽക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, അവർ ലവ് മാരേജ് ആയിരുന്നു. അവർ പിണങ്ങി നിൽക്കാൻ തുടങ്ങി. പിന്നീട് അവർക്ക് ആരൊക്കെയോ, അതിനകത്ത് കുറേ ബന്ധുക്കാരും വീട്ടുകാരും ഇടപെടുമ്പോഴത്തേക്ക് ആ ബന്ധം കുറച്ചുകൂടെ ഒന്ന് അകന്നു പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിന്നെ ആ ബന്ധം ഒന്ന് ചെറിയൊരു അടിയിൽ തുടങ്ങിയ കാര്യം അതൊരു വലിയ അടിയിലായി, വലിയൊരു അകൽച്ചയിലേക്ക് മാറി. അപ്പോൾ അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയില്ല. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക തകർച്ച, ബിസിനസ്സായിരുന്നു, സാമ്പത്തിക തകർച്ച വന്നു, കടബാധ്യത വന്നു. പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു, ആ വീട് വിൽക്കേണ്ടി വന്നു. എങ്ങനെയാണ് പിന്നീട് പ്രോപ്പർ മുന്നോട്ട് പോകേണ്ടതെന്നൊരു ചിന്ത വന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് അവൾ നമ്മുടെ അടുത്ത് പറയുന്നത്, ഇത് കണക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എനിക്ക് ഫുള്ള് സ്ട്രെസ്സാണ്, ഞാൻ ഓക്കെ ആവുന്നില്ല, എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്, ഞാൻ എങ്ങനെയാണ് ഇതിനകത്തൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്നാണ് അവൾ കണ്ടിന്യൂസ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത ഈ 21 ദിവസം ട്രിക്ക് ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അവൾ ചെയ്യുമോയെന്നൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. ബട്ട് അവൾ ചെയ്ത് നോക്കി. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ കൂട്ടുകാരികളുടെ, നമ്മളെ ഏറ്റവും അടുത്തുള്ളവരുടെ ഒരു വിജയമാണല്ലോ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവളൊന്ന് ചെയ്ത് നോക്കി. ആദ്യം ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ അവൾക്ക് അതിൻ്റെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫിക്കൽട്ടീസ് വരുമല്ലോ. നമ്മൾ ആദ്യം എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴും നമുക്കൊരു ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതുപോലെ ആ പുള്ളിക്കാരിക്കും എന്തൊക്കെയോ ഡിഫിക്കൽട്ടീസ് ഉണ്ടായെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് കറക്റ്റ് സമയത്ത് അവൾ എഴുന്നേൽക്കാനും കറക്റ്റ് പ്രോപ്പറായിട്ടൊരു ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങി. അതിനുശേഷം എല്ലാം ഓക്കെ ആയി. ഇപ്പോൾ അവൾ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു. അതുപോലെ തന്നെ അവളുടെ ഹസ്ബൻഡായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം മാറി, ഫാമിലി ഇഷ്യൂസ് എല്ലാം മാറി. അവൾക്കിപ്പോൾ ഒരു കുട്ടിയുണ്ട്. അവർ ഹാപ്പി ആയിട്ട് ലൈഫ് മൂവ് ചെയ്തു പോകുന്നു, വളരെ ഹാപ്പിയാണ്. ഇപ്പോഴും 1-2 കടകളൊക്കെ അവൾ ഇട്ടിട്ടുണ്ട്. അതായത് ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയിട്ടുണ്ട്, നല്ല രീതിയിൽ ഇപ്പോഴും ഉയർന്ന് നല്ല രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഇനിയും അതുപോലെ പോകട്ടെ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ മാത്രമാണ്. ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. വെറും 21 ദിവസമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ. ഈ ഒരൊറ്റ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയ ശേഷം ഞാൻ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ നിങ്ങളും പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇത് നമ്മൾ ചെറുതായിട്ട്, അതായത് വെറുതെ പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മളെ ലൈഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഇപ്പം ഞാൻ മാറ്റം ഉണ്ടാകും 100% ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നതെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കുന്ന സമയമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളിലേക്കാണ് കടക്കുന്നത്.
എങ്ങനെയാണ് നമുക്ക് 21 ദിവസം ഈ ഒരു മാനിഫെസ്റ്റേഷൻ ട്രിക്ക് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം നിങ്ങൾ സ്റ്റെപ്പ് 1 ആണ് ഞാൻ പറയുന്നത്. ഇതിനൊരു 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. ആദ്യം ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. എന്ത് സ്റ്റെപ്പാണ് ആദ്യം ചെയ്യുന്നത്? ആദ്യം നിങ്ങൾ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്, മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സ് അതുപോലെ തന്നെ ശരീരം മൊത്തം നമ്മളൊന്ന് വൃത്തിയായിരിക്കണം. എപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഉറക്കത്തിൽ എഴുന്നേറ്റ് ഒരു വൃത്തിയില്ലാത്ത രീതിയിലോ ഒരു ഊർജ്ജമില്ലാത്ത രീതിയിലോ ഇരിക്കാൻ പാടില്ല. അപ്പോൾ വൃത്തി എന്ന് പറയുന്നത് കൊണ്ട് വേറൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. മീൻസ് നമ്മൾ ഇപ്പം ഒരു വൃത്തിയില്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് ഊർജ്ജമാണ് കൂടുതൽ വരുന്നത്, എനർജി നെഗറ്റീവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ ആക്ച്വലി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ ശ്രമിച്ച ശേഷം നമ്മൾ 5 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു വിഷ്വലൈസേഷൻ ട്രിക്കാണ് ആദ്യത്തെ സ്റ്റെപ്പ് 1 ഞാൻ പറയുന്നത്. വളരെ ചുരുക്കി പറയുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. അത് 21 ദിവസം ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുക്കി പറയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ, ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 5 മിനിറ്റ് നിങ്ങൾ രാവിലെ ഉണർന്നിട്ട്, ഫസ്റ്റ് രാവിലെ ചെയ്യേണ്ടത്, നിങ്ങൾ രാവിലെ ഉണർന്ന ശേഷം നമ്മൾ ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ കണ്ണുകളൊന്ന് അടയ്ക്കുന്നു. കണ്ണുകൾ അടച്ച ശേഷം ഞാൻ എന്താണോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് എന്താണോ കിട്ടാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തെ ഞാനൊന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. ഇത് ഫസ്റ്റ് ഒരു കാര്യമാണ്. ഉറപ്പായിട്ട് നമുക്ക് രാവിലെ തൊട്ട് രാത്രി വരെ 24 അവേഴ്സ് നമ്മുടെ ലൈഫിൽ അന്നത്തെ ഒരു ദിവസം ഭയങ്കര ഫ്രഷ്നെസ് ആയിരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നെഗറ്റീവ് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം ഫുള്ള് നെഗറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ആ ഒരു പോസിറ്റീവ് എന്താണോ നിങ്ങൾ നടക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ണുകൾ അടയ്ക്കുന്നു, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു. നമ്മൾ ബെഡിലിരിക്കുന്നു. ബെഡിൽ നമുക്ക് ഒന്നുകിൽ നിവർന്നിരിക്കാം, ഇങ്ങനെ ചമ്രം മണഞ്ഞ് കാലുകൾ ഇങ്ങനെ വെച്ചിട്ടിരിക്കില്ലേ, അതുപോലെ ഇരുന്ന് നടു നിവർത്തിയിരുന്ന ശേഷം സ്ട്രെസ്സ് കൊടുക്കാതെ കണ്ണുകൾ പതിയെ അടയ്ക്കുന്നു. അതിനുശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു. അപ്പോൾ കണ്ണുകൾ നിങ്ങൾ തുറക്കാൻ പാടില്ല. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പതിയെ നമ്മളിങ്ങനെ ചുറ്റുമുള്ള ഒരു ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തിലേക്ക് പോകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഇരുന്നിട്ട് നമ്മളൊന്ന് ക്രിയേറ്റീവായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചെവിയിൽ ആദ്യം നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ ആ ഫ്രഷ്നെസ്സോടെ കണ്ണടച്ചിരിക്കുകയാണ്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുമ്പോൾ ആ ഫ്രഷ് വായു നമ്മൾ ശ്വസിക്കുന്നു, പുറത്ത് കളയുന്നു. അപ്പോൾ ചുറ്റിലും നമുക്ക് കുറേ ശബ്ദങ്ങൾ കേൾക്കാം. ശബ്ദങ്ങൾ കേട്ട് പതിയെ ആ ശബ്ദങ്ങൾ എല്ലാം ഇല്ലാതായിട്ട് നമ്മളിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നൊരു ഫോക്കസിങ് ട്രിക്കുണ്ട്. അതായത് അത് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഞാനൊക്കെ ആക്ച്വലി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉറപ്പായിട്ടും പറയുന്ന ഒരു കാര്യമാണിത്. അതായത് നമ്മൾ കണ്ണടച്ച ശേഷം നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ആദ്യം കിളികളുടെ ശബ്ദം കേൾക്കുന്നു, വീട്ടിലെ പാത്രങ്ങൾ ഇടുന്ന ശബ്ദം കേൾക്കുന്നു, ജോലി ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. കുറേ കേട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും ഫോക്കസ് എടുത്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ചെവിയിൽ ആദ്യം കിളികളുടെ എന്തെങ്കിലുമൊക്കെ ചുറ്റിലുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. വളരെ നമ്മൾ കേൾക്കാത്ത പല ശബ്ദങ്ങൾ പോലും, ചുറ്റിലുള്ള ചെറിയ ശബ്ദങ്ങൾ പോലും നമ്മളെന്താണ്, ആ ചെറിയ ശബ്ദം പോലും നമ്മുടെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ അതിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു ഫോക്കസ് കൊടുത്ത് പോകുമ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് പോലും കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ആ സ്പോട്ടിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. കാരണം അത്രത്തോളം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞു. അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ ശ്രവിച്ച് ആ ഫോക്കസിൻ്റെ ഒരു പീക്ക് പോയിന്റിലോട്ട് എത്താൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതൊരിക്കലും പീക്ക് പോയിന്റില്ല. പീക്ക് പോയിന്റിലോട്ട് പോകുമ്പോഴത്തേക്ക് മൈന്യൂട്ട് കാര്യങ്ങളും കഴിഞ്ഞ് മൊത്തത്തിൽ നമുക്കൊരു സൈലൻസ് പോലെ നമുക്ക് വരും. നിങ്ങൾ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ചെയ്ത് നോക്കും, നിങ്ങൾക്കത് ഉറപ്പായിട്ട് കിട്ടും. ഭയങ്കരമായിട്ടൊരു സൈലൻസ് നമുക്ക് ചുറ്റും ഇങ്ങനെ വരുന്ന കാണാം. ഒരു കാറ്റിൻ്റെ ഒരു സൗണ്ടും ഭയങ്കര ഒരു സൈലൻസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രീതി ആദ്യം നിങ്ങൾ ഒരുപാട് വലിയ രീതിയിലോട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ട് കുറേ നേരം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കണ്ണടച്ചിരിക്കുന്നു, ചെറിയ സൗണ്ടുകൾ കേൾക്കുന്നു, പിന്നെയും ആരും കേൾക്കാത്ത, അതായത് നമ്മൾ ഫോക്കസ് ചെയ്ത് കുഞ്ഞു സൗണ്ടുകൾ കേൾക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ച കാര്യം, ആ ആഗ്രഹിച്ച കാര്യം നടന്നു എന്ന് വിഷ്വലൈസ് ചെയ്യുന്നു. ഇതാണ് രാവിലത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്ന ട്രിക്ക്. അപ്പോൾ എന്ത് വിഷ്വലൈസ് ചെയ്യണം? ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നത് പണമാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, അപ്പോൾ പണമാണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ണുകൾ അടച്ചിട്ട് ഞാൻ എൻ്റെ അടഞ്ഞ കണ്ണുകളിൽ എനിക്ക് ചുറ്റും ഇരുട്ടാണുള്ളത്, എനിക്ക് ചുറ്റും അന്ധകാരമാണുള്ളത്. അപ്പോൾ ആ അന്ധകാരത്തിൽ ഞാൻ കാണുന്നതെന്ന് പറയുന്നത്, ഞാൻ കാണുന്നൊരു സ്വപ്നമാണ്. അതായത് എനിക്ക് കുറച്ച് പൈസ വരുന്നത്,
അതായത് ഞാനൊരു ടേബിളിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ എന്നും യൂസ് ചെയ്യുന്നൊരു ഡ്രസ്സ്, നമ്മൾ എന്നും യൂസ് ചെയ്യുന്നൊരു ഡ്രസ്സ് നിങ്ങൾ എന്ത് വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളത് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ മുടി എങ്ങനെയാണ് ഡെയിലി കെട്ടുന്നത് അതുപോലെ കെട്ടിയതുപോലെ നിങ്ങൾ മനസ്സിൽ കാണുക. കെട്ടി അതിനുശേഷം നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ എന്തെങ്കിലും പത്രം വായിച്ചുകൊണ്ടോ നിങ്ങൾ എന്താണോ ഡെയിലി ചെയ്യുന്ന ഹാബിറ്റ്, ആ ഹാബിറ്റ് നിങ്ങൾ കാണുന്നു, വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ എന്താണ് ഹാബിറ്റ് കാണുന്നത് ആ ഹാബിറ്റ് മാത്രമേ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാവൂ. ആർട്ടിഫിഷ്യലായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യരുത്. ഇപ്പോൾ നമ്മൾ നെറ്റ്ഫ്ലിക്സ് കാണുന്നോ വേറെ കാര്യങ്ങൾ കാണുന്നോ ഇതൊന്നും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ട. നിങ്ങൾ ഡെയിലി ഒരു ദിവസം എന്താണോ ചെയ്യുന്നത് ആ കാര്യം തന്നെ, ഡെയിലി ഉള്ള കാര്യം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ രാവിലെ ചിലപ്പോൾ ഫോൺ എടുക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കുന്ന കാര്യം കാണുന്നു. ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് ആരെങ്കിലും എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാൾ, ആ പ്രിയപ്പെട്ട ഒരാളുടെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് കാണുന്നു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ രാവിലെ എഴുന്നേറ്റ് ചിലപ്പോൾ ഫോണായിരിക്കും നോക്കുന്നത്. ഫോൺ നോക്കുന്നു, അത് ഞാൻ വിഷ്വലൈസ് ചെയ്യുകയാണ് കണ്ണടച്ചിട്ട്. പെട്ടെന്ന് എന്താണ് മെയിലിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു. അത് മെയിലാണ് എനിക്ക് വരുന്നത്, ഇമെയിലാണ് വരുന്നത്. അപ്പോൾ ജിമെയിൽ വരുന്നു. അപ്പോൾ ജിമെയിൽ വരുന്നു, ഞാൻ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ചേട്ടാ ഇതെന്താ, ഇത് SBI ആണല്ലോ, ഞാനൊരു ബാങ്ക് പറയുകയാണ് SBI. അപ്പോൾ ആ ഒരു ബാങ്കിൻ്റെ മെസ്സേജ് വരുന്നു. ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ കാണിക്കുന്നു ഇതാണ് 5000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു. അപ്പോൾ 5000 രൂപയോ, ഇത് കിട്ടിയല്ലോ, 5000 രൂപ വന്നല്ലോ. അപ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഫീൽ നിങ്ങൾ എന്താണ് അറിയിക്കുന്നു. അതായത് ഫീൽ നമ്മൾ ചെയ്യുന്നു, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു, നമ്മൾ അനുഭവിക്കുന്നു. ഓക്കെ, നമ്മൾ അത് അനുഭവിക്കുകയാണ്. ആ നല്ല രീതിയിൽ ആ ഒരു ഫീൽ നമ്മൾ അനുഭവിക്കുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ബെഡ്ഷീറ്റ് മാറ്റി, ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ്, ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് ഞാൻ പുറത്ത് അടുക്കള ജോലി ചെയ്യുന്ന അമ്മയെടുത്ത് പറയുമ്പോൾ പൈസ വന്നിട്ടുണ്ട്, 5000 രൂപ എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ എന്ത് പറയുന്നു, അമ്മയെടുത്ത് പറയുന്നു. ഇപ്പം നിങ്ങൾ എന്താണോ ഇപ്പം നിങ്ങൾക്ക് അമ്മയാണോ അവിടെ, നിങ്ങളിപ്പോൾ ജോലി സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഫ്രണ്ട്സിനോട് പറയുന്നത് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. 5000 രൂപ വരുന്നു. പിന്നെ നിങ്ങൾ എന്താണ് ATM പോകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്ര പൈസയാണോ നിങ്ങൾക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആ പൈസ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ATM ഇങ്ങനെ എടുക്കുന്നു, കാർഡ് ഇടുന്നു, അതിനകത്ത് വിഡ്രോ ബട്ടൺ ഞെക്കുന്നത്, പൈസ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എണ്ണുന്നത്, നിങ്ങൾ ബാഗിലേക്ക് വെക്കുന്നത്, നിങ്ങൾ നേരെ വീട്ടിലേക്ക് വരുന്നത്, വീട്ടിൽ എന്താണ് അത് സൂക്ഷിച്ച് വെക്കുന്നത്, അത് ചിലവാക്കുന്നത് നിങ്ങൾ കാണിക്കരുത്. ഓക്കെ, നമ്മൾ ചിലവാക്കുന്നത് കാണിക്കുമ്പോൾ അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് വരുന്നത്. ആദ്യം തന്നെ എടുത്ത് പറയുകയാണ്, നമുക്കത് വേറൊരാൾക്ക് കയ്യിലോട്ട് കൊടുക്കുന്നതോ ചിലവാക്കുന്നതോ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കണം നമ്മൾ കാണേണ്ടത്. പൈസകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ പൈസകൾ വരുന്നതേ കാണാവൂ. പൈസകൾ കയ്യിൽ നിന്ന് തിരികെ അങ്ങോട്ട് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് അതൊരു മാനിഫെസ്റ്റ് ട്രിക്കാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതിൻ്റെ വഴി അറിയത്തില്ല. അതുകൊണ്ട് ഒരിക്കലും പോകുന്നത് കാണിക്കരുത്. വരുന്നത് മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യാവൂ. നമ്മുടെ മൈൻഡില്ലേ, നമ്മുടെ മൈൻഡ് സെറ്റാക്കി നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 ആണ്. അപ്പോൾ ഞാൻ വിഷ്വലൈസ് ചെയ്തു, ആഗ്രഹിച്ച കാര്യം ഞാൻ 5 മിനിറ്റാണ് ഞാൻ ഈ വിഷ്വലൈസ് ചെയ്യേണ്ട ടൈം. 5 മിനിറ്റ് കൂടുതൽ കൂടരുത്. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു ഫോണിൽ നിങ്ങൾക്ക് ടൈമറോ കാര്യങ്ങളോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 5 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്തു. ഇനി സ്റ്റെപ്പ് 2 ആണ് പറയുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഞാൻ കണ്ണ് തുറക്കുന്നു. കണ്ണ് തുറന്ന ശേഷം ഞാൻ 5 മിനിറ്റുള്ള സമയം, അതായത് നമുക്ക് ഏകദേശം ഒരു 10-20 മിനിറ്റ് രാവിലെ അത്യാവശ്യം നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത്, അല്ലേ? സമയമില്ലാത്തവരായിട്ട് ആരുമില്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സമയമുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത സമയമില്ല. നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇനി ഞാൻ അതിൽ കിട്ടിയതിന് വേണ്ടി ഒരു ജേർണൽ എഴുതുകയാണ്. എനിക്ക് കിട്ടിയതിനും ഇനി കിട്ടാൻ പോകുന്നതിനും വേണ്ടി നന്ദി പറയുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഏറ്റവും ലൈഫിൽ സക്സസ് ആയിട്ടുള്ളവരും ഇന്ന് ഫേമസ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും എല്ലാ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരും ചെയ്യുന്ന ഒന്നാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. അവർ മിക്കവരും, നിങ്ങൾക്കറിയാം, സയൻറ്റിസ്റ്റ് ആണെങ്കിലും മിക്ക ആൾക്കാരാണെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റ്. അവർ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത്, അവരെന്തിനു വേണ്ടിയാണ് ഇനി ചെയ്യുന്നത്, അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർക്കൊരു ബുക്ക് ഉണ്ടായിരിക്കും, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതി നോക്കൂ. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ന്യൂറോൺസിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ തലച്ചോറിലും ആ ഒരു എഴുതിയ കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ പ്രവഹിച്ച് നമ്മളെ ആ ഒരു വഴിയിലേക്ക് എത്തിച്ചുകൊണ്ട് പോകും. നമ്മൾ അറിയാതെ തന്നെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നമ്മൾ എഴുതാൻ പോവുകയാണ്. അതായത് അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അതുപോലെ എഴുതുക. എനിക്ക് ഇന്ന് 5000 രൂപ കിട്ടിയതിനും
കിട്ടിയ കാര്യമാണ് ഞാൻ എഴുതുന്നത്. 5000 രൂപ കിട്ടിയതിനും ഇന്ന് എനിക്കുണ്ടായ സന്തോഷത്തിനും കുറേ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായ ഹാപ്പിനെസ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ലൈഫിൽ കിട്ടാൻ പോകുന്നതല്ല, കിട്ടിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് ഒരു 3-4 സെൻറ്റൻസിൽ നിങ്ങൾ അങ്ങ് എഴുതുകയാണ്. ഓക്കെ, 3-4 സെൻറ്റൻസ്, കൂടിപ്പോയ 5 സെൻറ്റൻസിൽ കൂടരുത്, 3-4 സെൻറ്റൻസ് നിങ്ങൾ എഴുതുന്നു. എഴുതിയ ശേഷം ഇനി കിട്ടാൻ പോകുന്നതിന് നിങ്ങൾ എന്ത് പറയുന്നു, എനിക്കിനി ഇത് കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ ഉറപ്പിച്ചു, നിങ്ങൾ കിട്ടാൻ പോകുന്നു, അത് എനിക്കിത് കിട്ടാൻ പോകുന്നതിന് ഞാൻ എന്താണ്, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. എനിക്കിനി ഇത് കിട്ടാൻ പോകുന്നതിനോട് യൂണിവേഴ്സിനാണ് നന്ദി പറയുന്നത്. ഓക്കെ, എനിക്ക് 5000 രൂപ കിട്ടിയതിനും ഇനി ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക. അത് കിട്ടുന്നതിനും ഞാൻ എന്താണ്, യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇതാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. ഏകദേശം 5 സെൻറ്റൻസ് കിട്ടിയതിനും 5 സെൻറ്റൻസ് കിട്ടാൻ പോകുന്നതിനെ പറ്റി ടോട്ടൽ 10 എണ്ണം നമ്മൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് നിങ്ങളുടെ സീക്രട്ട് മാനിഫെസ്റ്റേഷൻ മണി മാനിഫെസ്റ്റേഷൻ ബുക്കിലേക്ക് നിങ്ങൾ എഴുതുക. ഇനി മണി മാനിഫെസ്റ്റേഷൻ ബുക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് രീതിയിലുള്ള ബുക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു ഗ്രീൻ ബുക്കാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നല്ല, ജസ്റ്റ് ഒരു നോർമൽ ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്കിനകത്താണ് ഗ്രീൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ എഫക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതായത് നമ്മുടെ കണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ പ്രവഹിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീൻ കളേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഗ്രീൻ കളേഴ്സിനെ മുൻനിർത്തിയാണ് ഞാൻ ഈ ഒരു ബുക്ക് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ സീക്രട്ട് മാനിഫെസ്റ്റേഷൻ ബുക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും മാനിഫെസ്റ്റേഷൻ പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പ്രോപ്പറായിട്ട് പറയാൻ സഹായിക്കുന്നത് ഈ ഒരു ബുക്ക് തന്നെയാണ്. ഈ ബുക്കിൽ പല കാര്യങ്ങളും എനിക്ക് എന്താണോ എനിക്ക് നേടിയ കാര്യങ്ങൾ, നേടാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് നിങ്ങളെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ സീക്രട്ട് മാനിഫെസ്റ്റേഷൻ ബുക്കിൻ്റെ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് നമ്മൾ കാണിക്കാൻ പാടില്ല. അതായത് നമ്മുടെ രഹസ്യം മറ്റുള്ളവരിലേക്ക് അറിയിച്ചുകൊണ്ട് ആ ഒരു എനർജി ഫ്ലോ അവിടെ കളയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ഒരു ബുക്ക് കാണിക്കരുത്. ഓക്കെ, നമുക്ക് ബാക്ക് ടു ദ പോയിന്റ്, നമുക്ക് പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നമ്മൾ എഴുതുന്നു. 5 മിനിറ്റോളം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം, എന്താണോ കിട്ടിയ കാര്യം, അതെല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഏകദേശം ഒരു 10 സെൻറ്റൻസ് ആക്കിയിട്ട് നിങ്ങൾ എഴുതുന്നു. ഓക്കെ, ഒരു 10 സെൻറ്റൻസ് ആക്കി എഴുതുന്നു. അപ്പോൾ അന്നത്തെ രാവിലത്തെ ദിവസത്തിലെ എല്ലാ പരിപാടിയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ട കാര്യം എന്നൊന്നും ആലോചിച്ച് ഒന്നും നെർവസ് ആവരുത്. അവിടെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞു, ലെറ്റ് ഇൻ ഗോ മെത്തേഡ് നിങ്ങൾ ചെയ്തു, എന്ത് ചെയ്യുന്നു, എഴുതി കഴിയുന്നു, കാര്യം കഴിഞ്ഞു, മടക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് മാറ്റുന്നു. ഓക്കെ, കാര്യം കഴിഞ്ഞു, നിങ്ങൾ മടക്കി മാറ്റുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നൈറ്റ് അഫോർമേഷനാണ്. ഓക്കെ, നൈറ്റ് അഫോർമേഷൻസ് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഇത് എഴുതിയെടുക്കാവുന്നതാണ്. ഞാനും ഇത് ആക്ച്വലി എഴുതി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ബുക്കിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. കാരണം അഫോർമേഷൻ പറയുമ്പോൾ നമുക്കതിലൊരു സെൻറ്റൻസോ വാക്കുകളോ ഒന്നും അവിടെ തെറ്റാൻ പാടില്ല, പ്രോപ്പറായിട്ട് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് ഞാൻ നോക്കി പറയുന്നത്. ഓക്കെ, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്നു. ഇത് നൈറ്റ് പറയേണ്ടതാണ്, രാത്രിയാണ്. ഓക്കെ, എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്നു, ഞാൻ ഡിസേർവ് ചെയ്യുന്നു. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്നു, ഞാൻ ഡിസേർവ് ചെയ്യുന്നു. ഇത് ഏകദേശം 10 പ്രാവശ്യം നിങ്ങൾ പറയുക. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്നു, ഞാൻ ഡിസേർവ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് എവിടെ, ഗൂഗിളാണെങ്കിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണേ. എഴുതി വെച്ച കാര്യങ്ങൾ നമുക്ക് ലൈഫിൽ നേടാൻ പറ്റും. അതായത് നമ്മൾ എഴുതിയ കാര്യങ്ങൾ, എനിക്ക് ഡോക്ടറാവണം, ഞാൻ ഡോക്ടറായി, ഞാൻ ആൾക്കാരെ ചികിത്സിച്ചു, ഇതൊക്കെ എഴുതുമ്പോൾ ആ ഒരു കാര്യം തന്നെ ഭയങ്കര മിറാക്കിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ നടക്കും, ഉറപ്പാണ്. കാരണം ആ എഴുതി വെച്ച കാര്യങ്ങളിലൂടെ യൂണിവേഴ്സ് നമ്മളെ ഇങ്ങനെ കൊണ്ടെത്തിക്കും. അതായത് നമ്മൾ പോലും അറിയാതെ പല പാത്തിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ നമ്മൾ ആ ബുക്ക് പിന്നെ നമ്മൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്നല്ലോ, ഈ കാര്യങ്ങളിലേക്കെല്ലാം ഞാൻ പോയല്ലോ, ഇത് ഭയങ്കര മിറാക്കിളാണല്ലോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എഴുതി വെച്ച് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും ആ കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് നടക്കും. നല്ല കാര്യങ്ങളാണെങ്കിൽ മാത്രം, ചീത്ത കാര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിക്കത്തേ ഉള്ളൂ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത് 10 തവണ നിങ്ങൾ നൈറ്റ് അഫർമേഷൻ പറയുക. ഇനി നിങ്ങൾ എഴുതേണ്ട അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഈ നൈറ്റ് അഫർമേഷൻ എഴുതുകയും പറയുകയും ചെയ്യാം. ഏകദേശം 10 പ്രാവശ്യമാണ് എഴുതുകയും പറയുകയും ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതിനുശേഷം ഞാൻ പറയുന്നത് കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ പോസിറ്റീവായിട്ട് രാത്രിയിൽ പറയേണ്ട കാര്യമാണ്. ഞാൻ സമ്പന്നനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ്. ഓക്കെ, ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ്. അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ഒഴുകുന്നു. ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ്. അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ഒഴുകുന്നു. ഓരോ ദിവസവും ഞാൻ അതിനായി സ്വപ്നം കാണുന്നു. ഓരോ ദിവസവും ഞാൻ അതിനായി സ്വപ്നം കാണുന്നു. അപ്പോൾ ഇതാണ് നിങ്ങൾ പറയേണ്ടതും നിങ്ങൾ എഴുതേണ്ടതുമായിട്ടുള്ള അടുത്ത
വളരെ പോസിറ്റീവ് എനർജി ഫ്ലോ ചെയ്യുന്ന ഒരു സെൻറ്റൻസ്. ഞാനിപ്പോൾ പറഞ്ഞ എൻ്റെ കൂട്ടുകാരിയാണെങ്കിലും എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്, പേര് പറയാനായി എനിക്ക് സാധിക്കില്ല. അപ്പോൾ അവരെല്ലാം ലൈഫിൽ ചെയ്യുന്നതും ഇപ്പോൾ അവർ നല്ല രീതിയിൽ ഫേമസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഒരു ജേണലുണ്ട്, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലുണ്ട്. ആ ഒരു ജേണൽ വെച്ചിട്ടാണ് അവർ മുൻനിർത്തി പോകുന്നത്. സക്സസ് ആവുന്ന ആൾക്കാർ ഒരിക്കലും അവർ എങ്ങനെയാണോ സക്സസ് ആവുന്നത് ഒന്നും ഒരിക്കലും തുറന്നു പറയില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ 10 പേരുടെ കാര്യങ്ങൾ കാണുന്നു, 10 ഇൻ്റർവ്യൂസ് കാണുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എനിക്ക് കിട്ടി. നിങ്ങൾ മിക്കവരുടെ ഇൻ്റർവ്യൂസിനകത്ത് കേൾക്കുന്നത് കാണാം, ഞാനത് സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് നേടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എനിക്കത് കിട്ടി എന്നാണ് മിക്കവരും പറയുന്നത്. മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. മാനിഫെസ്റ്റേഷൻ ഈസ് നോട്ട് എ മാജിക്. അതൊരിക്കലും മാജിക് അല്ല, ഒരു മന്ത്രവിദ്യയോ ഒന്നും തന്നെയല്ല, ഒരു മാജിക് ഒന്നും തന്നെയല്ല. അത് നിങ്ങളിൽ അറിയാതെ നിങ്ങളിലൂടെ ഊർന്നു വരുന്ന ഒരു എനർജിയാണ്. ആ എനർജിയെ നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഒരു ഫ്ലോ ഉണ്ടാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങളൊരു ഇപ്പം നമ്മൾ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഓരോന്ന് ഒരു ഇത് കൊടുക്കുകയാണ്, അതായത് ഹിൻഡ് കൊടുക്കുകയാണ്. ആ ഹിൻഡ് വഴി നിങ്ങൾ എത്തിച്ചേരേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ സമ്പന്നനാണ്, ഞാൻ സന്തോഷവാനാണ്, അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ഒഴുകുന്നു, ഓരോ ദിവസവും ഞാൻ സ്വപ്നം കാണുന്നു എന്ന് ഈ ഒരു അഫോമേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള അഫോമേഷനാണ്. നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകാവുന്ന ഒരു അഫോമേഷനാണ്. അപ്പോൾ ഈ ഒരു അഫോമേഷൻ നമ്മൾ രാത്രിയിലാണ് പറയേണ്ടത്. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങളിപ്പോൾ ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തു, ഇത് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറയാതിരിക്കുക. ഓക്കെ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു, എനിക്കത് നടന്നു, എനിക്ക് നടക്കുമെന്നൊന്നും അറിയത്തില്ല, ഞാൻ ആ വീഡിയോ കണ്ട് ചെയ്തു, ഇത് ദയവ് ചെയ്ത് നിങ്ങൾ പറയാതിരിക്കുക. സാധാരണ നമ്മൾ പറയും നമ്മുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക എന്ന് പറയും. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാര്യം മറ്റുള്ളവരോട് പറയരുത്. കാരണം നിങ്ങളിലുണ്ടാകുന്ന എനർജി ഫ്ലോ മറ്റുള്ളവരിലേക്ക് പോകും. അപ്പോൾ നേട്ടം ഉണ്ടാകുന്നത് ആർക്കാണ്? നിങ്ങൾക്കല്ല, നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉണ്ടാകുന്ന ആൾക്കാണ്. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഒരിക്കലും സമ്പന്നൻ ഒരിക്കലും ആ ഒരു സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞു നടക്കില്ല. പക്ഷെ സമ്പത്തില്ലാത്തവൻ, അതായത് നമ്മൾ സമ്പത്തും കാര്യങ്ങളും ഇല്ലാത്തവൻ എന്താണ്, എനിക്ക് അത്രയുണ്ട്, എനിക്ക് ഇത്രയുണ്ട്, ഇത്രയും സ്വത്തുണ്ട്, അത്രയും സ്വത്തുണ്ടെന്ന് പറഞ്ഞെടുക്കും. പക്ഷെ സമ്പന്നൻ എല്ലാം സൈലൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, എല്ലാം നിശബ്ദമായി നേടാൻ ശ്രമിക്കും. പക്ഷേ സമ്പത്ത് കുറഞ്ഞത് എന്താണ്, അത് പറഞ്ഞു നടക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്? നമുക്ക് പണമാണ് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന പദവിയിലോട്ടാണ് എത്തിച്ചേരാൻ ശ്രമിക്കേണ്ടതെങ്കിൽ 21 ദിവസത്തെ ഈ ഒരു പ്രോപ്പർ പ്ലാനോടെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന കാര്യം ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും. അത് ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഇത്രയും ഞാൻ ഉറപ്പ് പറയണമെങ്കിൽ ഒത്തിരി പേര് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്, ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാനൊക്കെ ഇത് നിങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, എനിക്ക് സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയത്ത് എവിടെയാണോ എനിക്ക് ഒരു നെഗറ്റീവ് വരുന്നത്, ആ നെഗറ്റീവിനെ മാറ്റി എനിക്കൊരു പോസിറ്റീവ് കൊണ്ടുവരുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഞാൻ തുറന്നു പറയാം, നിങ്ങൾക്കോ നേടാൻ സാധിക്കും. നിസ്സാരം എനിക്ക് നേടാൻ സാധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എത്രയോ, ചിലപ്പോൾ നിങ്ങളിത് കാണുന്നവർ ഡോക്ടർ, എഞ്ചിനീയർ, ഗവൺമെൻറ് എംപ്ലോയീസ് എന്തോ ആകട്ടെ, നിങ്ങൾ ഏത് ലെവലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഓക്കെ താഴെ ഏറ്റവും ലെവലിൽ നിൽക്കുന്നതാണെന്ന് ഞാൻ മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ എത്രയോ പടി മുന്നിലാണ്. ആ ഒരു പടിയിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും മുന്നിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം, എനിക്ക് എന്നും, ഞാനിപ്പോൾ ഒരു കാര്യം പറയുകയാണ്, എന്നും ഞാൻ ഈ ഒരു ലെവലാണോ നിൽക്കേണ്ടത്, ഇതിനേക്കാളും കുറച്ചും കൂടെ മുകളിലോട്ടുള്ള ലെവലാണോ നിൽക്കേണ്ടത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ലൈഫിൽ നമ്മൾ ഒത്തിരി പേരുണ്ടായിരിക്കും. ഒരു പബ്ലിക്കിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഒത്തിരി പേര്, എല്ലാവരും ജനങ്ങളാണ്. ആ ജനങ്ങളിൽ ഒരാളെ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അതുപോലെ ആവാനല്ലേ നിങ്ങളും ആഗ്രഹിക്കുന്നത്? അതുപോലെ ആവാനല്ലേ എന്നല്ല, അതുപോലെ ആവണമെന്നാണ് നമ്മുടെ ലൈഫിൽ നമ്മളൊരു തീരുമാനം എടുക്കേണ്ടത്. എല്ലാവരും പോലെ ഓക്കെ അതവരാണ്, ഇതവരാണ്, പേര് ഇത് ഇന്നത് എന്നല്ല നമ്മൾ അറിയപ്പെടുന്നത്. ആ ആൾ ഇന്ന ആളാണ് എന്ന ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടേണ്ടത്. ഓക്കെ, നിങ്ങൾ ആരാവണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്താവണം. നിങ്ങൾ ഏറ്റവും താഴെയിലോട്ട് വന്ന് എന്നും എല്ലാ കൊല്ലവും പണം ഉണ്ടാക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരുടെയും കുത്തുവാക്ക് കേട്ട് എല്ലാവരുടെയും പരിഹാസം കേട്ട് ജീവിക്കണോ, അതോ പണം ഉണ്ടാക്കി അതിൻ്റെ ലെവലിൽ പോകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമുക്കറിയാം, ലഹരി ഉപയോഗിച്ച്
അതിൻ്റെ മാക്സിമം ലഹരി ഉപയോഗിച്ച് കറങ്ങിയടിച്ച് നടക്കുന്ന ഒത്തിരി പേരെ നമുക്കറിയാം. പക്ഷേ യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന, നമ്മൾ ആഘോഷിക്കുന്ന വിജയമാണ് നമ്മുടെ ഏറ്റവും വലിയ ലഹരി. അതായത് വെറുതെ ഇരുന്ന് നമ്മൾ ലഹരി അടിച്ച് നടക്കുന്നതല്ല നമ്മുടെ യഥാർത്ഥ ലഹരി. നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു വിജയത്തിൻ്റെ ആഘോഷമുണ്ടല്ലോ, ആ ആഘോഷം മറ്റുള്ളവരുടെ കണ്ണിലൊരു അസൂയ പോലെ തോന്നിക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ, വല്ലാത്ത വികാരം ഉണ്ടല്ലോ, അതായിരിക്കണം നമ്മുടെ യഥാർത്ഥ ലഹരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിജയമായിരിക്കണം നമ്മുടെ യഥാർത്ഥ ലഹരി. അപ്പോൾ നിങ്ങളും വിജയിക്കും. 21 ദിവസം ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തു നോക്കുക. ലൈഫിൽ എവിടെയാണോ നിങ്ങൾക്ക് സക്സസ് വേണ്ടത് ആ ഒരു സക്സസ്സിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക. ഇനി ആദ്യം തന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ആദ്യം ഒരു കൈവഴി. ഇപ്പോൾ കുറേ കൈവഴികൾ നമുക്കൊരു ഇതിനറിയാം, കുറേ കൈവഴികൾ കാണും. ഒരു വെള്ളത്തിന് നമ്മളൊരു ചാല് കൊടുത്താൽ പല ചാലുകളിലൂടെ വെള്ളം പോകും. പക്ഷേ ഏത് ചാലിലൂടെ, ഏത് വഴിയിലൂടെ പോയാലാണ് അത് സ്മൂത്തായിട്ട് എത്താൻ പറ്റുക എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ ചിന്തിക്കുന്ന വേളയാണ് നിങ്ങളുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾ അവിടെ വീണ് കിടക്കത്തേ ഉള്ളൂ. ചില കൈവഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് അവിടെ എന്താണ് തടസ്സം ഉണ്ടാകും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു കൈവഴി അവിടെ ബ്രേക്ക് ആയിപ്പോയി അവിടെ തന്നെ നിൽക്കും. പക്ഷെ നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണോ നിങ്ങൾക്ക് സക്സസ്. ആ ഒരു സക്സസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, സക്സസിൻ്റെ വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങളൊരൊറ്റ കയറ്റമാണ്, നിങ്ങൾ നല്ല രീതിയിൽ കയറിപ്പോവും. അപ്പോൾ 21 ദിവസം ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.